നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഒരുപക്ഷെ കേരളം സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ അവസാന നിമിഷങ്ങൾ എണ്ണി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത്. പരസ്യ പ്രചാരണം സമാപിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ 140 മണ്ഡലങ്ങളിലും വളരെ സജീവമായി തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വിജയ കാൽക്കുലേഷനുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് വളരെ സജീവമായ ഒരു അവസാനവട്ട പരസ്യ പ്രചാരണത്തിന്റെ തിരക്കുകളിൽ തന്നെയാണ്. ആ ഒരു ആവേശം തന്നെയായിരിക്കും ഇനി കൊട്ടിക്കലാശത്തിലും കാണാൻ പോകുക. തീർച്ചയായും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രചരണത്തിന് സമയം കിട്ടി എന്നതാണ് സൗമ്യ ഈ കൊട്ടിക്കലാശത്തിന് മുമ്പ് കേരളം കണ്ടിട്ടുള്ളത്. അത് ഒരുപക്ഷെ കൂട്ടപ്പൊരിച്ചിലൊക്കെ ആ പ്രചരണത്തിന്റെ ശക്തിയാകും ഒരുപക്ഷെ കേരളം കാണാൻ പോവുകയും. സമീപകാലത്ത് കേരളം ചർച്ച ചെയ്തിട്ടുള്ള വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊപ്പം തന്നെ മാറി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാകും എന്ന സുപ്രധാനമായ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമാകുന്നത്. ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ 16-ാം തീയതി നടക്കാൻ പോകുന്നത്. മറ്റന്നാൾ കേരളം ബൂത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും കൊട്ടിക്കലാശത്തിനായി കേരളം ഒരുങ്ങി എന്ന് തന്നെ പറയാം. നീണ്ട ഒരു പ്രചരണത്തിന് ശേഷം ഒരുപക്ഷെ കേരളം ഇരുമുന്നണികളും അവരുടെ സജീവമായ ശക്തി തെളിയിക്കുന്ന രംഗം കൂടിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ കൂട്ടപ്പൊരിച്ചിൽ അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിലേക്കൊക്കെ എത്തുമ്പോൾ പ്രചരണത്തിൻ്റെ ശക്തി ജനങ്ങളിലേക്ക് എത്ര കണ്ട് കൈമാറാനായി എന്നതുകൂടി ബോധ്യമാക്കുന്നതാണ്. ആ പ്രചരണത്തിൻ്റെ ശക്തി, തങ്ങളുടെ സ്വാധീനം, രാഷ്ട്രീയമായ വിഷയങ്ങൾ ഒക്കെ ജനങ്ങളിലേക്ക് എത്ര കണ്ട് ആഴത്തിൽ പ്രതിപാദിക്കാനായി എന്നുള്ളതാണ് ഒരുപക്ഷെ കൊട്ടിക്കലാശം എന്ന ആ പ്രക്രിയ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഉദ്ദേശിക്കുന്നത്. സൗമ്യ, സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ, വലിയ നീണ്ട ചർച്ചകൾ അജിം ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 2-2.5 മാസത്തോളം നീണ്ട ഒരു വലിയ സമയം തെരഞ്ഞെടുപ്പിന് മുൻപായി ലഭിച്ചിരുന്നു. ഈ കാലയളവിലെല്ലാം തന്നെ വളരെ സജീവമായ ചർച്ചകൾക്കാണ് രാഷ്ട്രീയ കേരളം വഴിവെച്ചത്. സാമൂഹിക മേഖലകളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ സമീപകാലത്ത് ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ചർച്ചകളും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുന്നത്. തീർച്ചയായും കൊട്ടിക്കലാശം 140 മണ്ഡലങ്ങളിലും കേരളം കാണാൻ പോകുന്ന ഉദ്വേഗജനകമായ നിമിഷത്തിൻ്റെ ഒരുപക്ഷെ ഒരു നിർണായകമായ മുഹൂർത്തം എന്ന് തന്നെ പറയാം. നീണ്ട പ്രചരണങ്ങൾ, രാഷ്ട്രീയമായ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഇവയൊക്കെ തീർത്ത മഹാമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് പരസ്യപ്രചരണത്തിൽ നിന്നും കക്ഷികൾ വിടവാങ്ങുന്നത്. ഒരുപക്ഷെ മൗനപ്രചരണം, അതിനുശേഷം കേരളത്തെ സമ്മതിദാന അവകാശം നിർണ്ണയിക്കാനായി വോട്ടെടുപ്പിലേക്ക് അയക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ ചർച്ചകൾക്ക് വിധേയമായ കാര്യങ്ങൾ, അഴിമതി അടക്കമുള്ള ഭരണവിരുദ്ധമായ സംഭവങ്ങൾ ഇടതുപക്ഷം മുമ്പോട്ട് വെക്കുകയും ഒപ്പം വികസനത്തിൻ്റെ തുടർച്ച വേണമെന്ന് ഭരണപക്ഷം മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വടംവലി ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉദ്വേഗമായ നിമിഷങ്ങൾക്കും ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒക്കെ വിധേയമായ പ്രചരണമായിരുന്നു ഇത്. അതിനൊരു പക്ഷേ സൗമ്യ അതിൻ്റെ സമയം ദൈർഘ്യമാകാം. ഒരുപക്ഷെ നേരത്തെ ഒരുപാട് സമയങ്ങൾ കിട്ടി, ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഒരുപാട് പ്രചരണത്തെ സജീവമാക്കാൻ, ചൂടുപിടിപ്പിക്കാൻ ഒരുപക്ഷെ ഒരുപാട് സമയം കിട്ടി എന്നത് തന്നെയാകാം ഈ തെരഞ്ഞെടുപ്പിനെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്. ദിവസത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്, കൊട്ടിക്കലാശം എന്നത് തന്നെയാണ്. പരസ്യ പ്രചാരണത്തിൽ ആർക്കാണ് മേൽക്കൈ എന്ന് പരസ്പരം മത്സരിക്കുന്ന കൊട്ടിക്കലാശത്തിനായി ഏതായാലും ആ കാഴ്ചയുടെ അത്ഭുതം എന്ന് പറയുന്നത് ആ ഒരു വിജയത്തിന്റെ, ആർക്കാണ് പ്രചരണത്തിൽ മുൻതൂക്കം എന്ന ഒരു വിജയത്തിന്റെ ഒക്കെ കൂടി ഒരു മത്സരമായി മാറും കൊട്ടിക്കലാശം. കടുത്ത വേനലിനെയും കവച്ചുവെക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്, പരസ്യ പ്രചാരണത്തിന് സമാപനമാകാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയാണ് ഉള്ളത്. തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ നമ്മോടൊപ്പം തത്സമയം ചേർന്നുണ്ട്. ജീവൻ, എങ്ങനെയാണ് ഒരുപക്ഷെ ആദ്യഘട്ടം മുതൽക്കേ തന്നെ തെക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും സജീവമായിരുന്നു പരസ്യ പ്രചാരണം. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്ന വട്ടിയൂർക്കാവ് പേരൂർക്കട ജംഗ്ഷനിലാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ചെണ്ടമേളങ്ങളും അതോടൊപ്പം വാഹനങ്ങളുടെ അനൗൺസ്മെൻറ്റുമായി ഈ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 6 മണി വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോടിയായുള്ള അതിശക്തമായ പ്രചരണ കോലാഹലങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 60 ദിവസത്തിലേറെ നീണ്ടുനിന്ന പ്രചരണ ദിനങ്ങൾക്കൊടുവിൽ ഉണ്ടായ മേൽക്കൈ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന
നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തകർ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നും പൂർണ്ണമായ ശബ്ദമയമായി കഴിഞ്ഞു പേരൂർക്കട ജംഗ്ഷൻ. പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനിലാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും പ്രചരണം പരമ്പരാഗതമായി കൊട്ടിക്കലാശം നടക്കാറുള്ളത്. ഇത്തവണയും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ 30 മണ്ഡലങ്ങളാണ് തിരുവിതാംകൂർ മേഖലയിലുള്ളത്. ആ മേഖലയിൽ അതിൻ്റെ നിലനിർത്തുന്നതിനുള്ള സൂചന മേൽക്കൈ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുന്നു. പേരൂർക്കട ജംഗ്ഷനിൽ BJPയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും സുരേഷ് ഗോപിയും മേജർ രവിയും ഉൾപ്പെട്ട അവരുടെ റോഡ് ഷോ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ടി.എൻ. സീമയും കെ. മുരളീധരനും ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. സൗമ്യ, ജീവൻ, ഒരു പക്ഷേ ഇത് ഒരു മത്സരം പോലെയായി മാറുന്ന കലാശക്കൊട്ട് സ്വാഭാവികമായും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അത് തന്നെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ ഒന്നുകൂടി വാശിയേറും. വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ രീതിയിൽ കൂടിയാണ് പലയിടത്തും പോരാട്ടം പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതിലും കറക്കുകയും കൂടി ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ജനങ്ങളുടെ പങ്കാളിത്തം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി പോയാൽ ജീവൻ മത്സര രംഗത്തുള്ളവരുടെ ആദ്യ ഇത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രചരണ രംഗത്തുള്ള മേൽക്കൈ ഒന്ന് ഒരു കാരണവശാലും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ യോഗങ്ങളിൽ ഇതിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രചരണ രംഗത്ത് തെല്ലിട പോലും വിട്ടുകൊടുക്കാതെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും. സൗമ്യ, തീർച്ചയായും ജീവന് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം. ആവേശം അലതല്ലുകയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഈ സമയവും അവർ അവതരിപ്പിക്കാൻ ലഭിച്ച വിഷയങ്ങളും അതിൻ്റെയൊക്കെ ചൂട് ഒരുപക്ഷെ മത്സര രംഗത്ത് തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിക്കും വിധം ഓരോ മുന്നണികളും ശ്രദ്ധിക്കുന്നതാണ് കൊട്ടിക്കലാശം. ഇപ്പോൾ ജീവൻ നിൽക്കുന്ന സ്ഥലത്തെ കൊട്ടിക്കലാശത്തിന്റെ ആ ആവേശം ഒന്ന് പകർത്തിയാൽ വാക്കുകളിൽ. അജിംഷാദ്, വാക്കുകൾ കൊണ്ട് പകർത്താൻ കഴിയുന്നതല്ല ഇവിടുത്തെ ആവേശാന്തരീക്ഷം. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകർ ഒരു തരത്തിലും പുറത്തു പോകരുത് എന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏറ്റവും പ്രധാനമായും ഈ ജംഗ്ഷൻ പൂർണ്ണമായും പ്രവർത്തകരുടെ വലയത്തിലായിരിക്കുന്നു. പോലീസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ കേന്ദ്രീകരിക്കുന്നതിനാൽ കൃത്യമായ ജാഗ്രതയോടുകൂടി പോലീസ് ഒരു വശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ്. സജീവിലേക്ക് വരാം. ഒരുപക്ഷെ ആവേശകരമായ ഈ ഒരു കാഴ്ച തന്നെയാണ് സംസ്ഥാനത്തുടനീളം കാണാൻ കഴിയുന്നത് എന്ന് തന്നെ വേണം പറയാൻ. വിവിധയിടങ്ങളിലായി തന്നെ കൊട്ടിക്കലാശത്തിന്റെ തയ്യാറെടുപ്പുകളിലേക്ക് തന്നെയാണ് നഗരങ്ങളെല്ലാം കടന്നിരിക്കുന്നു. ആവേശകരമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സമയം ലഭിച്ചു എന്ന് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതകളിൽ ഒന്ന് എന്ന് വേണം പറയാൻ. 140 മണ്ഡലങ്ങളും സജീവമായ പരസ്യപ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായ 140 മണ്ഡലങ്ങളിലും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വളരെ കാൽക്കുലേറ്റഡ് ആയ അല്ലെങ്കിൽ വളരെ നിശ്ചയമായ വിജയം ഉറപ്പിച്ചിട്ടുള്ള ഇടങ്ങളിൽ പോലും മറുഭാഗത്ത് ശക്തമായ പ്രചരണം ഉയർന്നു വരുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഈ 2.5 മാസത്തിനുള്ളിൽ തന്നെ കണ്ടത് എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരുപക്ഷെ കലാശക്കൊട്ടിലും ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരുപക്ഷെ തുടങ്ങിയ ആ കലാശക്കൊട്ട് വട്ടിയൂർക്കാവിൻ്റെ മണ്ഡലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ജീവൻ നമ്മളോട് സംവദിച്ചത്. യഥാർത്ഥത്തിൽ ആ കൊട്ടിക്കലാശത്തിൽ തന്നെ ആ വീറും വാശിയും പ്രചരണത്തിലെ വിഷയങ്ങൾ പോലും പ്രതിപാദിക്കുന്ന വീറും വാശിയും എങ്ങനെയെന്ന് അതിൻ്റെ ഒരു തുടക്ക വെടിക്കെട്ട് എന്ന് തന്നെ പറയാം. സൗമ്യ, നമ്മൾ ഹലോ ഏതായാലും വലിയ ആവേശകരമായ രീതിയിൽ തന്നെ കലാശക്കൊട്ടിനുള്ള തയ്യാറെടുപ്പുകളാണ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നടക്കുന്നത്. 140 മണ്ഡലങ്ങളിലും വലിയ ആവേശത്തിലുള്ള പരസ്യ പ്രചാരണത്തിന്റെ സമാപനത്തിന്റെ അവസാന നിമിഷങ്ങളെയും ആഘോഷമാക്കി തീർക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വലിയ രീതിയിലുള്ള ആവേശം എല്ലായിടത്തുനിന്നും കാണാൻ സാധിക്കുന്നുണ്ട്.
തീർച്ചയായും സൗമ്യ, നമ്മോടൊപ്പം വിവരങ്ങൾ പങ്കുവെക്കാനായി NV ബാലകൃഷ്ണൻ കൂടി ചേരുകയാണ്. ബാലു, അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊരുപക്ഷെ പറഞ്ഞാൽ തെറ്റില്ല. കാരണം അത്രയേറെ വിഷയങ്ങളാണ് രാഷ്ട്രീയമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഭരണവുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ വിഷയങ്ങൾ, അല്ലെങ്കിൽ മറ്റു പല ആരോപണങ്ങൾ, മാധ്യമങ്ങളടക്കം പീപ്പിൾ TV അടക്കം പുറത്തേക്കെത്തിച്ച സോളാർ, ബാർക്കോഴ അടക്കമുള്ള വിഷയങ്ങൾ രംഗത്തേക്കെത്തുന്നു. എന്നാൽ വികസനമാണ് തൻ്റെ മുഖമുദ്ര എന്നതുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം മുമ്പോട്ട് വെക്കുന്ന ആശയം, ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടിമുട്ടൽ ഒരുപക്ഷെ എങ്ങനെ ജനകീയ കോടതിയിൽ ഉരുത്തിരിയുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്നത്. വിഷയം കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും നിർണായകമാണ് കേരള ചരിത്രത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മുൻകാലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് പോയിന്റ് വെച്ചിട്ടായിരിക്കും സാധാരണ ഇലക്ഷൻ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണവും മറുപ്രചരണവും നടത്തുക. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നിരവധി വിഷയങ്ങൾ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാറി മാറി വരുന്ന, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ മാറി മാറി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. തുടക്കത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും അവസാനം ജിഷയുടെ കൊലപാതകം വരെയുള്ള വിഷയങ്ങളും പ്രധാനമന്ത്രിയുടെ സോമാലിയ പരാമർശവും അടക്കം ഓരോ ദിവസവും പ്രചാരണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രചാരണ വിഷയം മാറി മാറി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സ് ഏത് രൂപത്തിലാണ് പോകുന്നത് എന്നത് ആ ചർച്ചകളിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ സോമാലിയ വിഷയത്തിൽ തന്നെ പ്രധാനമന്ത്രിക്ക് എതിരെ ഉയർന്ന വിമർശനം കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറുകയും ചെയ്തിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ജനങ്ങൾ ഒന്നടങ്കം ഈ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങി വരികയും ഒരു പുതിയ കേരളം, അല്ലെങ്കിൽ ഒരു പുതിയ മാറ്റത്തിനുള്ള ഒരു കാറ്റ് എവിടെയോ ചില തോതിൽ വീശുന്നു എന്ന സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ മാറ്റത്തിലുള്ള കാറ്റ് UDF പറയുന്നത് UDF അനുകൂലമായ കാറ്റാണ്. അത് UDF വികസനത്തിന്, ഒരു ഭരണ തുറച്ചയ്ക്ക് വേണ്ടിയുള്ള കാറ്റാണ് എന്ന് UDF നേതാക്കൾ വാദിക്കുന്നു. മറുവശത്ത് നേരെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അതോടൊപ്പം തന്നെ കാര്യക്ഷമത ഇല്ലായ്മയ്ക്കുമെതിരെ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്, തരംഗമാണ് കേരളത്തിലുള്ളത് എന്ന് LDF കേന്ദ്രങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള കാഹളമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് BJP നേതാക്കൾ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പല മണ്ഡലങ്ങളിലും ഒരു ത്രികക്ഷി അല്ലെങ്കിൽ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ മൊത്തം ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു രീതി, അല്ലെങ്കിൽ അതിന്റെ അത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എങ്കിലും പ്രധാന മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണ്. എന്നാൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ കാര്യമായ തങ്ങളുടെ പ്രാതിനിധ്യം കാര്യമായി ഉറപ്പിക്കാൻ BJP-ക്കും അതോടൊപ്പം NDA സഖ്യത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പ്. ആ രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നു പോകുന്നത്. ഏതായാലും കൊട്ടിക്കലാശത്തിന് വേണ്ടി ഇപ്പോൾ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 6 മണിക്കോടുകൂടി കൊട്ടിക്കലാശം അവസാനിക്കും. പിന്നീട് നിശബ്ദ പ്രചരണത്തിന്റെ നാളുകളായിരിക്കും. മറ്റന്നാൾ രാവിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഏതായാലും ഏറ്റവും അവസാനം ഈ പ്രചരണത്തിന്റെ ഏറ്റവും അവസാനം തങ്ങളുടെ ശക്തി, തങ്ങളുടെ മേൽക്കോയ്മ അത് ശക്തമാണ്, അത് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടിലും അതോടൊപ്പം തന്നെ ഒരുക്കങ്ങളിലുമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഉള്ളത്. തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും കോഴിക്കോടായാലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം അതോടൊപ്പം തന്നെ ഗ്രാമങ്ങളിൽ പോലും ഇത്തരം കൊട്ടിക്കലാശങ്ങൾ ഇത്തവണ സംഘടിപ്പിക്കുന്നത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. അത്രയും ജനങ്ങളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂരും എത്തിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം ഉറപ്പായും 16-ാം തീയതി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അജ്മിഷാദ്. ബൽവിലേക്ക് തിരികെ എത്താം. 2 മാസത്തിലധികം നീണ്ട പരസ്യ പ്രചാരണത്തിന് സമാപനമാകുകയാണ്. 6 മണിയോടുകൂടി കൊട്ടിക്കലാശം നടക്കും. പിന്നീട് നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ഇനി കൂട്ടിക്കിഴിക്കലുകളുടെയും കണക്കുകൂട്ടലുകളുടെയും ഒക്കെ ഒരു സമയമാകും ഇനി കേരളത്തിൽ. തീർച്ചയായും ആ പ്രചരണത്തിൽ പീപ്പിൾ TV നിലനിർത്തിയ ആ ചൂടും ചൂരും, നേരത്തെ ബാലു സൂചിപ്പിച്ചതുപോലെ ആ ചൂടും ചൂരും കൊട്ടിക്കലാശത്തിൽ എങ്ങനെയെന്ന് 140 മണ്ഡലങ്ങളിലൂടെയും കടന്ന സമഗ്രമായ ദൃശ്യങ്ങളും വിവരങ്ങളുമായിട്ടാണ് പീപ്പിൾ TV പോകാൻ പോകുന്നത്. സൗമ്യ, തീർച്ചയായും സൗമ്യ, കൊട്ടിക്കലാശത്തിന്റെ ചൂടും ചൂരും എങ്ങനെയെന്ന് ഒരുപക്ഷെ ബാലു പടക്കളം എന്ന നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും തെരുവീഥികളിലൂടെ നടക്കാനും ആ വാർത്ത ക്രോഡീകരിക്കാനുമുള്ള ഭാഗ്യം ലഭിച്ച ആളാണ് സൗമ്യ. തീർച്ചയായും സൗമ്യയ്ക്ക് ഒരു പക്ഷേ കൊട്ടിക്കലാശത്തിൻ്റെ നിമിഷങ്ങളിൽ എങ്ങനെയാണ് ആ ജനത്തിൻ്റെ പൾസ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ ഒരുപക്ഷെ ഒന്ന് പറയാം. പരിമിതികൾ ഒരുപക്ഷെ അജിംഷാദ്, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയായിരുന്നു നമ്മൾ പടക്കളം പരിപാടിയുമായി ജനങ്ങൾക്കിടയിലേക്ക് ചെന്നത്. കാസർഗോഡ് മുതൽ ഈ തിരുവനന്തപുരം വരെ, അതിനുശേഷം പൊതുവിലുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയം. ഇതിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്തരം ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും പൊതുവിൽ പോകുക എന്നൊരു വിഷയത്തിലേക്ക് വന്നപ്പോൾ തന്നെ പ്രധാനമായും ചിന്തിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലെയും പൊതുവായ വിഷയങ്ങളിലേക്ക് ചെല്ലുക എന്നുള്ളതായിരുന്നു.
ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ജനകീയ വിഷയങ്ങളായിരുന്നു എന്നത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു ഭാഗത്ത് വികസനത്തിന്റെ അവകാശവാദങ്ങൾ പറയുന്നുണ്ട്, മറ്റ് അതിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ പദ്ധതികളുടെ പേരുകൾ പറഞ്ഞ് പൊതുവിൽ തർക്കം നടക്കുന്നുണ്ട്. പൊതുവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും ജനകീയ വിഷയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കുന്നതായിരുന്നു പല ഭാഗങ്ങളിലും ജനങ്ങൾക്കിടയിൽ നിന്ന്. അതായത് സൗമ്യ പ്രാദേശിക നമ്മളൊപ്പം ജീവൻ ചേർന്നുണ്ട്. ജീവൻ, എങ്ങനെയാണ് ഇപ്പോഴത്തെ കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ഒരുപക്ഷെ 6 മണിയോടുകൂടിയാണ് കൊട്ടിക്കലാശമെങ്കിലും ഇപ്പോൾ തന്നെ നഗരമൊക്കെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ വലിയ നിറങ്ങളാൽ ഒരു വലിയ ഉത്സവം നടക്കുന്ന ഒരു പ്രതീതി തന്നെയാണ് കൊട്ടിക്കലാശത്തിന്റെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവൻ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ഇപ്പോൾ പെരൂർക്കട ജംഗ്ഷൻ അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ പ്രതീതിയിലാണ് എന്ന് തന്നെ പറയേണ്ടതായി വരുന്നു. കെട്ടുകാഴ്ചകളും ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളുമായി പാർട്ടി പ്രവർത്തകർ പെരൂർക്കട ജംഗ്ഷൻ കീഴടക്കി കഴിഞ്ഞു. പല ഭാഗങ്ങളിലായി ഇവരെ തിരിച്ചു നിർത്താനായി പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിപുലമായതിനെ തുടർന്ന് ഇപ്പോൾ പ്രവർത്തകർ പല ഭാഗങ്ങളിലായി ചിതറി നിൽക്കുകയാണ്. ഇനിയും ഒരുപാട് കാഴ്ചകൾ, കെട്ടുകാഴ്ചകൾ ഇങ്ങോട്ടേക്ക് വരാനുണ്ട് എന്നാണ് ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ 2 മാസത്തിലേറെ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും എല്ലാം അതേ അർത്ഥത്തിൽ ആവാഹിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ ഇവരെ കൊഴുകിക്കൊണ്ടിരിക്കുന്നത്. നഗരത്തിന്റെ നാനാ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരവും ഇത് തന്നെയാണ്. പ്രവർത്തകർ ആവേശ കൊടുമുടിയിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു. സൗമ്യ, ഒരുപക്ഷെ ജീവൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും കൂടുതൽ സമയം ലഭിച്ചു എന്ന് തന്നെയാണ് പ്രധാനം. കാരണം കൂടുതൽ ചർച്ചകൾ, കൂടുതൽ ജനങ്ങളുടെ വിഷയങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രാതിനിധ്യം കൂടുതലായി ഉണ്ടോ? സൗമ്യ, ജനങ്ങളുടെ പ്രാതിനിധ്യം പൂർണ്ണമായി ഉണ്ട് എന്ന് പറയാനാവില്ല. ഇപ്പോൾ വിവിധ പാർട്ടി പ്രവർത്തകർ അവരുടെ കെട്ടുകാഴ്ചകളും അവരുടെ പാർട്ടി പതാകകളുമായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആവേശം എല്ലാ അലയലി അത് എല്ലാ പ്രവർത്തകരിലും കാണാം, അവരുടെ മുഖഭാവങ്ങളിൽ കാണാം. മറ്റൊരു പാർട്ടിയേക്കാൾ കൂടുതൽ വ്യത്യസ്തമായ പ്രകടന സാമഗ്രികൾ ഇറക്കുന്നു എന്ന് അതുവഴി ഒരു മേൽക്കൈ തങ്ങൾക്ക് നേടാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് അവർ മത്സരിച്ച് ഈ കാര്യത്തിൽ ഒരു മത്സരം ശരിക്കും ആരോഗ്യകരമായ ഒരു മത്സരം തന്നെ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയേണ്ടതായി വരും. സൗമ്യ, യെസ്, ജീവനിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ഷാജഹാൻ കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ഷാജഹാൻ, ആലപ്പുഴയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ 9 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ല ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പിന്നീട് മത്സരത്തിന്റെ സ്വഭാവം മാറി മറിഞ്ഞു വന്ന മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ ഈ ഒരു പരസ്യ പ്രചാരണം സമാപിക്കുന്ന ഈ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് തൊട്ടു മുമ്പുള്ള ഒരു പൊതുവായ ചിത്രം എങ്ങനെയാണ്? സൗമ്യ, കഴിഞ്ഞ 70 ദിവസം നീണ്ടുനിന്ന പ്രചരണങ്ങൾക്ക് ശേഷമുള്ള കൊട്ടിക്കലാശമാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ സമാപിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആലപ്പുഴ ജില്ല വളരെ ശക്തമായിട്ട് ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ജില്ലയാണ്. 2 സീറ്റുകൾ മാത്രമാണ്, കാര്യം 9 സീറ്റിൽ 2 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ UDF-ന് നേടാൻ സാധിച്ചത്. ഇത്തവണ എന്തായാലും 8 സീറ്റ് LDF കരസ്ഥമാക്കുമെന്നുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് മണ്ഡലത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും നല്ല മത്സരങ്ങൾ നടക്കുന്നത് കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലുമാണ്. ഈ 2 സ്ഥലങ്ങളിലാണ് വളരെ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഹരിപ്പാട് മണ്ഡലവും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ, ആലപ്പുഴ, അരൂർ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ വാശിയേറിയ മണ്ഡലങ്ങളാണ് കുട്ടനാട്ടിലും അതുപോലെ കുട്ടനാടൻ തീരപ്രദേശങ്ങളിലും മറ്റു മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. പുന്നപ്ര വയലാറിൻ്റെ നാട്ടിൽ ഇത്തവണ കൂടുതൽ സീറ്റ് പിടിച്ചുകൊണ്ട് ഇത്തവണ നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥികളെ എത്തിക്കുമെന്ന വീറും വാശിയോടും കൂടിയാണ് പ്രവർത്തകർ നിൽക്കുന്നത്. അത്തരത്തിലുള്ള പരസ്യ പ്രചരണത്തിൻ്റെ സമാപന വേളയിൽ നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരസ്യ പ്രചരണത്തിൻ്റെ സമാപനം കുറിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് മണ്ഡലത്തിൻ്റെ ഫലഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീരദേശ മേഖലയിലും കുട്ടനാടൻ കായൽ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കയർ മേഖലയിലും കാർഷിക ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ തങ്ങളിൽ നിന്നും വിട്ടുപോയ 2 സീറ്റുകൾ കൂടി പിടിച്ചുകൊണ്ട് ഇത്തവണ പൂർണ്ണമായിട്ടും ആലപ്പുഴ ജില്ല LDF-ൻ്റെ കയ്യിലാക്കുമെന്നാണ് LDF നേതാക്കളും മറ്റും പറയുന്നത്. എന്തായാലും വളരെ വാശിയേറിയ ഒരു മത്സരമാണ്
കുട്ടനാടൻ കായലും മേഖലയിലും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൗമ്യ, ഏതായാലും വേനൽ ചൂടിൽ നിറഞ്ഞു നിന്ന വലിയ പ്രചാരണങ്ങൾക്ക് പരസ്യ പ്രചാരണങ്ങൾക്ക് സമാപനം ആവുകയാണ്. 6 മണിയോടുകൂടി പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് കേരളം ഒന്നാകെ കടക്കും. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും തെരുവുകളെല്ലാം തന്നെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ആവേശത്തിലേക്ക്. ഏതായാലും അതിന്റെ കാഴ്ചകളും ഒപ്പം തന്നെ സമ്പൂർണ്ണമായ വിവരങ്ങളുമൊക്കെയായി വളരെ വേഗം തിരികെ എത്താം. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് കേരളം ഒന്നാകെ നീങ്ങി കഴിഞ്ഞിരിക്കുന്നു. തെരുവുകളെല്ലാം തന്നെ ഗ്രാമവീഥികളെല്ലാം തന്നെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ ഒരു എല്ലാ അലയോലികളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗ്രാമമേഖലകളായാലും നഗരങ്ങളിലായാലും ഒക്കെ അത്തരം കാഴ്ചകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 6 മണിയോടുകൂടിയാണ് കൊട്ടിക്കലാശം നടക്കുക. ഇതോടുകൂടി 2-2.5 മാസത്തോളം നീണ്ടു നിന്ന പരസ്യ പ്രചാരണത്തിനാണ് സമാപനമാകുക. അതിനുശേഷം നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ്. പോളിംഗ് ബൂത്തിലേക്ക് മറ്റന്നാൾ കേരളം പോകാനിരിക്കെ എന്താകുമെന്നുള്ള കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് ഇനി കേരളം ഉള്ളത്. വിവിധ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഒപ്പം തന്നെ അതേ ആവശ്യത്തിൽ ജനങ്ങളും ഉള്ളത് എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായും പ്രാദേശികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് പൊതുവായ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഇത്തവണ എത്തുന്നു. കൊട്ടിക്കലാശത്തിന്റെ ഓരോ മേഖലകളിൽ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റിയത് എവിടെയാണ് സൗമ്യ? യെസ്, അതായത് നമുക്കിപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നും അലക്സ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു പക്ഷെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന തൃപ്പൂണിത്തുറ, കെ ബാബുവും സ്വരാജും തമ്മിലുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരുപാട് അലക്സ് ഒരുപാട് പ്രതീകങ്ങൾ അതിലുണ്ട്. ഒരു പക്ഷേ യുവത്വം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് മത്സരത്തിലേക്ക് എത്തുന്നു എന്നതിന്റെ കടുംവെട്ട് രാഷ്ട്രീയം അവിടെയുണ്ട്. ഒരുപക്ഷെ തൃപ്പൂണിത്തുറ എല്ലാവരും ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാകും. അലക്സ്, സൗമ്യ, തീർച്ചയായും യെസ്, അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ അതിന് ഒരു പകരം എന്നുള്ള രീതിയിൽ എവിടെയാണോ കെ ബാബു ആരോപണം നേരിട്ടിരുന്ന പ്രധാന ഘടകം അതിന് പകരം എന്ന രീതിയിൽ തന്നെയായിരുന്നു സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടായതും. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി അല്ലെങ്കിൽ ഒരു പോരാട്ടമായി തൃപ്പൂണിത്തുറ മാറുന്നതും. ഈ ഒരു നിമിഷത്തിൽ കൊട്ടിക്കലാശത്തിന്റെ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അവിടെ നിന്നുള്ള ഒരു ആവേശം എങ്ങനെയാണ് അലക്സ്? സൗമ്യ, രണ്ടുപേരും അജിംഷാദും സൗമ്യയും സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം ഒന്നാകെ ഏറ്റവും ആവശ്യത്തോടെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ മണ്ഡലം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ സ്റ്റാച്യു ജംഗ്ഷനിലാണ്. എം സ്വരാജിൻ്റെ അടക്കം വിവിധ പ്രചരണ പരിപാടികൾക്ക് ഊക്കം കുറിച്ച മണ്ണാണ് ഈ സ്റ്റാച്യു ജംഗ്ഷൻ. അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിലവിൽ പ്രവർത്തകരാരും എത്തിയിട്ടില്ല. പല പ്രദേശത്തു നിന്ന് പ്രവർത്തകർ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് എന്തായാലും ഇവിടെ എത്തിച്ചേരും. ഇവിടെ തന്നെയാണ് ഈ മണ്ഡലത്തിലെ പ്രചരണത്തിന്റെ കലാശക്കൊട്ട് നടക്കുക. സൗമ്യ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തൃപ്പൂണിത്തുറ മാറിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ നാളുകളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം വെച്ച് പറയാൻ വളരെ ലളിതമായി പറയാൻ സാധിക്കും. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അഴിമതിയുടെ പേരിൽ, ബാർക്കോഴയുടെ പേരിൽ വലിയ ആരോപണ വിധേയനായ മന്ത്രി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്ന മന്ത്രി ആ സ്ഥാനത്ത് പിന്നീട് തിരിച്ചെത്തിയെങ്കിൽ പോലും അങ്ങനെ ഒരു ആരോപണം ഈ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ട മന്ത്രി ഈ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണ്. കഴിഞ്ഞ 25 വർഷം മന്ത്രി കെ ബാബു പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അങ്കമാലിയിൽ നിന്ന് കഴിഞ്ഞ 25 വർഷം മുമ്പ് ഈ മണ്ഡലത്തിലേക്ക് എത്തിപ്പെട്ട ആളാണ് കെ ബാബു. കെ ബാബു തൃപ്പൂണിത്തുറയിലെത്തി തൃപ്പൂണിത്തുറ പിടിച്ചടക്കുന്നു. 25 വർഷം കെ ബാബു ഇവിടുത്തെ MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ അഴിമതിക്കാരനായ മന്ത്രി, ആ മന്ത്രിയെ താഴെ ഇറക്കണമെങ്കിൽ ഒരു കരുത്തനായ യുവ സ്ഥാനാർത്ഥി വേണമെന്ന് LDFിന്റെ കാര്യത്തിൽ ഉറപ്പിച്ച കാര്യമായിരുന്നു. അങ്ങനെയാണ് DYFയുടെ സംസ്ഥാന സെക്രട്ടറി CPI സംസ്ഥാന കമ്മിറ്റി അംഗമായ എം സ്വരാജിനെ ഇവിടെ LDF സ്ഥാനാർത്ഥിയാക്കുന്നത്. അത്തരത്തിലൊരു വലിയ പ്രചരണം, സംസ്ഥാനത്തെ യുവജനമാകെ ഉറ്റുനോക്കുന്ന പ്രചരണം, അത്തരത്തിലുള്ള വലിയ പ്രചരണം തൃപ്പൂണിത്തുറയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലാകെ എത്തിപ്പെട്ടിരുന്നു. എം സ്വരാജിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയിരുന്ന ഒരു കലാസാംസ്കാരിക മേഖലകളിലടക്കം ഒരുപാട് പ്രമുഖർ എം സ്വരാജിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി തൃപ്പൂണിത്തുറയിൽ എത്തിയിരുന്നു. ഇന്നലെ അടക്കം വാക്ക് അഗൻസ്റ്റ് കറപ്ഷൻ, അതായത് 13-ാം തീയതി വൈകുന്നേരം അഴിമതി വിരുദ്ധ നടത്തം സംഘടിപ്പിച്ചുകൊണ്ട് ഈ തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷൻ കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത്തരത്തിലേക്കൊരു വലിയ കലാശക്കൂട്ടിന് തന്നെയാണ് തൃപ്പൂണിത്തുറ അല്പനിമിഷത്തിനകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പറയാം. പ്രവർത്തകർ വൈകുന്നേരം 6 മണിയോടുകൂടെ എന്തായാലും ഈ പ്രദേശത്ത് എത്തിച്ചേരും. ഒരു 4-5 റോഡുകൾ തിരിയുന്ന ഒരു ജംഗ്ഷനാണ് സ്റ്റാച്യു ജംഗ്ഷൻ. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികൾക്കും അവരുടെ വലിയ റാലികളുമായി പ്രവർത്തകർക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം കടന്നു പോകുന്നുണ്ട്. എം സ്വരാജിന്റെ പ്രചരണമുണ്ട്, മന്ത്രി കെ ബാബുവിന്റെ പ്രചരണമുണ്ട്, അതുപോലെ BJP സ്ഥാനാർത്ഥി തുറവൂർ വിശ്വംഭരന്റെ പ്രചരണം കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന ഏറ്റവും ആവേശകരമായ മത്സരമാണ്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിനും കലാശക്കൊട്ടിനും ഒട്ടും ആവേശം ചോരില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായും അലക്സ്, ഇപ്പോൾ നമ്മോടൊപ്പം തൃശ്ശൂരിൽ നിന്നും ദിൽജിത്ത് ഉണ്ട്. സൗമ്യ, ദിൽജിത്തിനോട് പോകാം. ദിൽജിത്ത്, VS സുനിൽകുമാർ അടക്കമുള്ള പ്രമുഖർ മാറ്റുരയ്ക്കുന്ന മണ്ഡലങ്ങൾ ഉള്ള ജില്ലയാണ് തൃശ്ശൂർ. ഒരുപക്ഷെ തൃശ്ശൂർ എന്നത്
ഈ ഇടത് പക്ഷത്തോട് എപ്പോഴും കൂടുതലായി ചേർന്ന് നിൽക്കുന്ന മണ്ഡലങ്ങൾ ഉള്ള ജില്ല കൂടിയാണ് എന്ന് വിലയിരുത്താം. പക്ഷേ ഇത്തവണ ത്രികോണ മത്സരം സാധ്യമാക്കുന്നു കേരളത്തിൽ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ എത്ര കണ്ട് ആ രീതികൾ ഒക്കെ പ്രതിഫലിപ്പിക്കുന്നു? കൊട്ടിക്കലാശത്തിന്റെ പശ്ചാത്തലത്തിൽ ദിൽജിത്തിന് അത് പറയാനാകില്ലേ സൗമ്യ? ദിൽജിത്ത്, അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി എന്തും പൂരമാക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് തൃശ്ശൂർക്കാർക്ക്. കൊട്ടിക്കലാശം കൂടി അതിലേക്ക് കൂടി എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ദിൽജിത്ത്? സൗമ്യ, തീർച്ചയായും ഇടത് വലത് മുന്നണികൾക്കൊപ്പം വിവിധ ഘട്ടങ്ങളിൽ മാറി മാറി നിലകൊണ്ടിട്ടുള്ള തൃശൂർ നഗരത്തിലെ 13 നിയോജക മണ്ഡലങ്ങളും ഇക്കുറി വളരെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ നഗരം ഉൾപ്പെടുന്ന തൃശൂർ നിയോജക മണ്ഡലമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് VS സുനിൽകുമാർ, പത്മജ വേണുഗോപാൽ, ഗോപാലകൃഷ്ണൻ എന്നിങ്ങനെ ശ്രദ്ധേയരായ 3 വ്യക്തിത്വങ്ങളാണ് തികച്ചും ഒരു ത്രികോണ മത്സരം എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ തൃശൂരിലെ പോരാട്ടം ശ്രദ്ധേയമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിന്റെ തന്നെ ഒരു തട്ടകമായി പ്രത്യേകിച്ച് നിലവിൽ തേറമ്പിൽ രാമകൃഷ്ണൻ MLA തുടർച്ചയായി 25 വർഷക്കാലം ജയിച്ചു വന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്ന് നിലവിലെ സിറ്റിംഗ് MLA തേറമ്പിൽ രാമകൃഷ്ണനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിനുള്ളിൽ നിന്ന് പത്മജ വേണുഗോപാലിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ആ ഒരു അതിർത്തിയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പത്മജയുടെ സ്ഥാനാർത്ഥിത്വം ആദ്യഘട്ടത്തിൽ വന്നത്. തുടർന്ന് തേറമ്പിലിന്റെയും അതുപോലെ തന്നെ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രി കൂടിയായ CN ബാലകൃഷ്ണന്റെ അടക്കമുള്ള പിന്തുണ തേടിക്കൊണ്ടാണ് പത്മജ തൃശ്ശൂരിൽ പ്രചരണം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ CPIയുടെ മണ്ഡലമായ തൃശ്ശൂരിൽ ഇക്കുറി LDFന്റെ കരുത്തനായ പോരാളി VS സുനിൽകുമാറിനെയാണ് LDF രംഗത്തിറക്കിയത്. നിയമസഭയിലടക്കം ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത VS സുനിൽകുമാർ വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് സുനിൽകുമാറിനെ തൃശ്ശൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലാകെ ജനങ്ങൾക്കെല്ലാം വളരെ സുപരിചിതനായ ആളാണ്. അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഊർജിതമാകുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആർക്ക് മുൻതൂക്കം ലഭിക്കും എന്ന് പറയാൻ പറ്റാത്ത തരത്തിലൊരു മത്സരം തൃശ്ശൂരിൽ നടക്കുന്നു. ഒപ്പം തന്നെ BJPയുടെ വോട്ടുകൾ പരമാവധി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ശ്രദ്ധേയമാകുന്ന മറ്റൊരു മത്സരം കുന്നംകുളത്താണ് ഏറ്റവും വാശിയേറിയ മറ്റൊരു പോരാട്ടം ജില്ലയിൽ അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് CPIM മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ AC മൊയ്തീൻ ആണ് കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ LDFിലെ ബാബുവും പാലിശ്ശേരിയോട് പരാജയപ്പെട്ട CP ജോൺ ഇത്തവണയും UDF സ്ഥാനാർത്ഥിയായി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തികച്ചും മണ്ഡലം തിരികെ പിടിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജിതമായ പ്രവർത്തനം UDFന്റെ ഭാഗത്ത് നിന്ന് കുന്നംകുളത്ത് ഊർജ്ജിതമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CP ജോൺ അതിനനുസരിച്ച് പ്രവർത്തനം ഊർജ്ജിതമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് AC മൊയ്തീന്റെ ഭാഗത്തു നിന്നും മണ്ഡലം നിലനിർത്താനുള്ള ശ്രമങ്ങളും വളരെ ഊർജ്ജിതമായി ഉണ്ട്. നമുക്കറിയാം വടക്കാഞ്ചേരിയിൽ 2004 K മുരളീധരൻ മന്ത്രിസഭയിൽ എത്തിയ ശേഷം ജനുവരി തേടിയപ്പോൾ മുരളീധരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടിയാണ് കേരള രാഷ്ട്രീയത്തിൽ AC മൊയ്തീൻ വളരെ ശ്രദ്ധേയ വ്യക്തിത്വമായി ഉയർന്നു വന്നത്. കോൺഗ്രസ് മണ്ഡലമായിരുന്ന വടക്കാഞ്ചേരി പിടിച്ചെടുക്കുന്നതിൽ മേൽക്കൈ അല്ലെങ്കിൽ നേതൃത്വം നൽകിയ AC മൊയ്തീൻ ഇക്കുറി കുന്നംകുളത്ത് എത്തുമ്പോൾ കുന്നംകുളത്ത് AC മൊയ്തീനും CP ജോണും തമ്മിലുള്ള പോരാട്ടവും വളരെ ശ്രദ്ധേയമാകുന്നു. അതുപോലെ തന്നെ ഗുരുവായൂരിലെ പോരാട്ടവും ശ്രദ്ധേയമാണ്. KV അബ്ദുൽ ഖാദർ നിലവിലെ സിറ്റിംഗ് MLA KV അബ്ദുൽ ഖാദറാണ് ഗുരുവായൂരിൽ വീണ്ടും LDF രംഗത്തെടുക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലയിലെ ഏക സീറ്റായ ഗുരുവായൂരിൽ PM സാദിഖ് അലിയാണ് UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അവിടെയും കടുത്ത പോരാട്ടത്തിനാണ് വഴിവെക്കുന്നത്. അതുപോലെ തന്നെ ചേലക്കര, മടൂർ, നാട്ടിക, കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഉള്ളൂർ, തൃശൂർ തുടങ്ങിയ മറ്റ് മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. ഏതായാലും ഇപ്പോൾ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിലെ 3 മണ്ഡലങ്ങളിൽ കൊട്ടിക്കലാശം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് ഗുരുവായൂർ മണ്ഡലത്തിലും അതുപോലെ തന്നെ കുന്നംകുളം മണ്ഡലത്തിലും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലുമാണ് കൊട്ടിക്കലാശത്തിന്റെ ആവേശം അല്പം കുറയുക. സൗമ്യ. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് കേരളം ഒന്നാകെ നീങ്ങുകയാണ്. 140 മണ്ഡലങ്ങളിലും വളരെ ശക്തമായ മത്സരം നടക്കുന്നു എന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് കൊട്ടിക്കലാശത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. പരസ്യപ്രചാരണം 6 മണിയോടുകൂടി സമാപിക്കും. അതിനുശേഷം നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. മറ്റന്നാൾ കേരളം ബൂത്തിലേക്ക് എത്തുമ്പോൾ അതിനുശേഷം 2 ദിവസങ്ങൾക്കപ്പുറം 19-ാം തീയതി റിസൾട്ട്
പ്രഖ്യാപിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഉറ്റുനോക്കുക തന്നെയാണ് കേരളം. ഒരുപക്ഷെ ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയവും എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്, കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്, വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള 140 മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളടക്കമുള്ള വിവരണങ്ങളടക്കമുള്ള വിവരങ്ങളിലേക്ക് 2.5 മാസത്തോളം നീണ്ട ആവേശ പ്രചാരണങ്ങൾക്കൊടുവിൽ പരസ്യ പ്രചാരണത്തിന് സമാപനമാകുന്ന അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എന്തായിരിക്കാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചെയ്യാനുള്ള പ്രധാന ഘടകം എന്ന രീതിയിൽ ഒരുപക്ഷെ പ്രാദേശിക തലത്തിലേക്ക്, താഴേക്കിടയിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രചാരണങ്ങൾക്കിടയിൽ ഇതിന്റെ കാൽക്കുലേഷനുകളിൽ തന്നെ ആയിരുന്നിരിക്കണം വിവിധ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള രാഷ്ട്രീയ സാഹചര്യം, പൊതുവിലുള്ള ഭരണവിരുദ്ധ വികാരം, ഇക്കാര്യങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് മറ്റ് വികസന വിഷയങ്ങൾ ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിപ്പിക്കപ്പെടുമ്പോൾ അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ വലിയ തർക്കങ്ങളായി സാധാരണക്കാർക്കിടയിലേക്ക് ചർച്ചയായി ഇറങ്ങിച്ചെല്ലുന്നു. അവിടെ കേന്ദ്രത്തിനാണ് ആശ്വാസം പകരാൻ കഴിയുക എന്ന വാഗ്ദാനവുമായി BJPയും കൂടി എത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിൽ ശക്തമായ മത്സരങ്ങളാണ് വിവിധ മണ്ഡലങ്ങളിൽ. അതുപോലെ തന്നെ സൗമ്യ, തീർച്ചയായിട്ടും ഈ കൊട്ടിക്കലാശത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഒരു കാര്യം ദേശീയ നേതാക്കന്മാരുടെ കേരളത്തിലെ പ്രചരണത്തിലെ സ്വാധീനമാണ്. ഒരുപക്ഷെ BJPയും കോൺഗ്രസും CPIMഉം ഒക്കെ അവരുടെ ദേശീയ നേതാക്കന്മാരെ കേരളത്തിലേക്ക് എത്തിക്കാൻ, എന്തിന് കനയ്യകുമാർ പോലും കേരളത്തിൽ ഏറ്റവും ഒടുവിൽ എത്തുന്ന കാഴ്ച, മുഹസിന് വേണ്ടി പട്ടാമ്പിയിൽ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ദേശീയ നേതാക്കന്മാരുടെ വരവും പ്രസംഗവും ഒക്കെ കൊണ്ട് ഒരുപക്ഷെ സജീവമായ പ്രചരണമാണ്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ സോമാലിയ പരാമർശം കൊണ്ട് ഏറ്റവും കൂടുതൽ വിവാദത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി. ഈ ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യം പ്രചരണ രംഗത്ത് അത് കുട്ടിക്കലാശത്തിലേക്ക് രാഷ്ട്രീയ കേരളം വളരെ ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് ധർമ്മടം. ധർമ്മടത്ത് നിന്ന് നമ്മോടൊപ്പം ജോഷില ചേരുന്നുണ്ട്. ജോഷില, മലബാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു മത്സരം, പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലം. അതോടൊപ്പം തന്നെ ആ വിധത്തിലൊക്കെ തന്നെ വളരെ ശക്തമായ പ്രചരണങ്ങളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. ഇപ്പോൾ അവിടെ നിന്നുള്ളൊരു കുട്ടിക്കലാശത്തിലേക്ക് കടക്കുന്ന ആ ഒരു നിമിഷങ്ങളിലേക്ക് എങ്ങനെയാണ്, അവിടെ നിന്നുള്ളൊരു ആവേശം എങ്ങനെയാണ് പൊതുവിൽ? കേൾക്കാൻ പോലും ആകാത്ത വിധമുള്ള ആവേശമാണ്. ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ആവേശകരമായ നിമിഷങ്ങൾ കടന്നുപോയി. ഇനി ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ധർമ്മടം മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ധർമ്മടം മണ്ഡലത്തിൽ ഈ കാണുന്ന ആഘോഷങ്ങൾ, അതായത് ഇനി തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്ന ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധർമ്മടം മണ്ഡലത്തിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും സ്ഥാനാർത്ഥിയുമായ പിണറായി വിജയന്റെ പ്രചരണം അത് വേനൽ ചൂടിൽ പോലും വളരെ ആവേശകരമായ വിധത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക്, കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊട്ടിക്കലാശത്തിൽ യുവാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നതിൻ്റെ, കൊട്ടിക്കലാശത്തിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇത്രയും ആവേശത്തോടു കൂടി തന്നെ 4000-ഓളം യുവാക്കൾ പങ്കെടുത്ത റോഡ് ഷോ അത് ധർമ്മടം മണ്ഡലത്തിലുണ്ടായിരുന്നു. ധർമ്മടം മണ്ഡലത്തിൽ നടന്ന റോഡ് ഷോയുടെ തുടർച്ച എന്ന് വേണം ഇതിനെയും വിശേഷിപ്പിക്കാൻ. യുവാക്കൾ അണിനിരന്നുകൊണ്ട് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. 11 മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ആവേശപൂർവമായ കൊട്ടിക്കലാശങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ സ്റ്റേറ്റ് ബാങ്കിന് സമീപം വെച്ചാണ് കൊട്ടിക്കലാശം ആരംഭിക്കുന്നത്, LDFന്റെ കൊട്ടിക്കലാശം ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊട്ടിക്കലാശങ്ങൾ നടക്കുന്നത്. ബൂത്ത് തലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലുമായി മറ്റ് ആക്രമങ്ങളോ അത്തരത്തിലുള്ള ഒരു സംഘർഷങ്ങളോ ഇല്ലാതിരിക്കാനായി നിയോജക മണ്ഡലങ്ങളിലും അതുപോലെ ബൂത്ത് തലങ്ങളിലുമായിട്ടാണ് ഇത്തവണ കൊട്ടിക്കലാശങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെതായ ഓരോ രംഗങ്ങളാണ്. അത്തരത്തിൽ കൊട്ടിക്കലാശം 6 മണിയോടുകൂടി അവസാനിപ്പിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് 6 മണിയോട് അടുക്കുന്നതോടും കൊട്ടിക്കലാശം അതിന്റെ പാരമ്യത്തിലെത്തും എന്ന് വേണം കരുതാൻ. സൗമ്യ, ജോഷിയാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെയുള്ള പ്രചാരണങ്ങളുടെ മേൽക്കൈ തെളിയിക്കുക എന്നത് തന്നെയാണ് കൊട്ടിക്കലാശത്തിന്റെ ഒരു മത്സര ഭാഗം എന്ന് പറയുന്നത്. അത് തന്നെ പ്രതിഫലിപ്പിക്കുകയാകും വിവിധ മുന്നണികൾ, വിവിധ സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടിക്കലാശം 6 മണിക്കാണ്. ഈ 3 മണിക്കൂർ പിന്നിൽ നിൽക്കുന്ന സമയത്തും നഗരങ്ങളെല്ലാം സജീവമായി കഴിഞ്ഞിരിക്കുന്നു, നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും സൗമ്യ, കൊട്ടിക്കലാശത്തിന്റെ ആവേശം നമ്മൾ ജോഷിലയിലാണ് ഏറ്റവും ഒടുവിൽ എത്തിയത്. ജോഷില തന്നെ ഒരുപക്ഷെ തുടരുകയും ചെയ്യുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ജോഷിലേക്ക് തന്നെ പോകാം. ജോഷില, ഏറ്റവും ധർമ്മടം ഇടതുപക്ഷത്തിന്റെ സമുന്നതനായ നേതാവ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കുന്ന മണ്ഡലം, ഒരുപക്ഷെ ആവേശം തിരതല്ലുന്നുണ്ടാകും കൊട്ടിക്കലാശത്തിൽ. ഒപ്പം പ്രചരണഘട്ടത്തിൽ ഒട്ടേറെ ആക്രമണങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു
ധർമ്മടം മണ്ഡലം. പിണറായി വിജയൻ്റെ നീണ്ട പോസ്റ്ററുകളൊക്കെ വാരിയിട്ട് കത്തിക്കാൻ RSS പ്രവർത്തകർ പോയതും ഒക്കെ സംഘർഷത്തിന് വേദിയായ മണ്ഡലം കൂടിയാണ് ധർമ്മടം. ഇതൊക്കെ പ്രതിപാദിക്കുമ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് ജോഷില ക്ലിയർ അല്ല ജോഷിലേക്ക്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ശബ്ദം കാരണമായിരിക്കും. ഒരുപക്ഷെ നഗരങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്ഥിതി തന്നെയാണ്. പാട്ടുകൾ കൊണ്ട് മുന്നണികളുടെ ഈ ഒരു ആവേശം കൊണ്ട് സ്ഥാനാർത്ഥികളൊക്കെ ഈ ഒരു ആവേശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കൊട്ടിക്കലാശം. LDFന്റെ പ്രചരണം അതിന്റെ കൊട്ടിക്കലാശത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ധർമ്മടം മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ധർമ്മടം മണ്ഡലത്തിൽ യുവാക്കളടക്കം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. തലശ്ശേരി എൻ ഷംസീറിന്റെ മണ്ഡലത്തിൽ ഇന്ന് നടക്കുന്ന പ്രചാരണത്തിന്റെ സമാപനം, കൊട്ടിക്കലാശത്തിന്റെ സമാപനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ ധർമ്മടം മണ്ഡലത്തിൽ അല്പസമയത്തിനകം 5 മണിയോടുകൂടി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയൻ എത്തിച്ചേരും. അദ്ദേഹം ഈ സ്റ്റേജിലാണ് സംസാരിക്കുക. തീർച്ചയായും ജോഷില കേൾക്കാമെങ്കിൽ തീർച്ചയായും അവിടുത്തെ ആ ആവേശങ്ങളൊക്കെ ഒരു പക്ഷേ ജോഷിലയിലേക്ക് ഉള്ള വാക്കുകൾ എത്തിക്കാൻ തടസ്സമായിരിക്കാം, അറിയാം. എങ്കിൽ പോലും ജോഷില, പ്രചരണ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ പിണറായി വിജയന്റെ വീട്ടിന് മുന്നിലെ പോസ്റ്ററുകൾ പോലും അക്രമികൾ കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് തോന്നുന്നത് അജിംഷാദ്. അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്ക് തന്നെ ചൂടും ചൂരുമേറിയ വാശിയേറിയ പ്രചരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കൊട്ടിക്കലാശം അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ യുവാക്കളും രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. സൗമ്യ. ജോഷില കേൾക്കാമെന്ന് കരുതുന്നു. ഇവിടെ അജിംഷാദ് ചോദിച്ച ഒരു വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഒരു ഭാഗത്ത് ഈ പ്രചരണങ്ങളെ തടയുന്ന രീതിയിലുള്ള ഒരു ആക്രമ സംഭവങ്ങൾക്ക് പോലും സാക്ഷ്യം വഹിച്ചിരുന്നു ധർമ്മടം. പിണറായി വിജയന്റെ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്ന, ബാനറുകൾ വ്യാപകമായി നശിപ്പിക്കുന്ന സംഭവം, പല ആക്രമ സംഭവങ്ങളും ഒക്കെ തന്നെയും ധർമ്മടം മണ്ഡലത്തിൽ ഉണ്ടായി. പ്രചരണത്തിന്റെ ഉടനീളമുള്ള വിവരങ്ങളിലേക്ക് കൂടി ഒന്ന് വളരെ ചുരുക്കത്തിൽ പോയാൽ ജോഷില. സൗമ്യ, പ്രചരണ രംഗം അത് ഏറ്റവും ചൂടേറിയ അവസ്ഥയിലേക്ക് മാറുന്നു. ധർമ്മടം മണ്ഡലത്തിൽ അത് ഏറ്റവും ചൂടേറിയ അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് വേണം പറയാൻ. യുവാക്കൾ ഒന്നടങ്കം രംഗത്ത് എത്തിയിരിക്കുന്നു. പിണറായി വിജയന്റെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ധരിച്ചുകൊണ്ടാണ് യുവാക്കൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഏകദേശം 5 മണിയോടുകൂടി 6 മണിയോടുകൂടിയാണ് ഇന്ന് പ്രചരണം കൊട്ടിക്കലാശം അവസാനിപ്പിക്കേണ്ടത്. 5 മണിയോടുകൂടി തന്നെ പിണറായി നഗരം നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അത് കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലും ബൂത്ത് അടിസ്ഥാനത്തിലും നടക്കുന്ന ഈ കൊട്ടിക്കലാശം അത് ഏറ്റവും ആവേശകരമായ വിധത്തിൽ എല്ലാ പാർട്ടികളും ഒരുപോലെ ഏറ്റവും ആവേശകരമായ രീതിയിലേക്ക്, നിമിഷങ്ങളിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് നടക്കുന്നത്. തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനായിരിക്കും ഈ കൊട്ടിക്കലാശത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൊട്ടിക്കലാശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഏകദേശം 5 മണിയോടുകൂടി 6 മണിയോടുകൂടി കൊട്ടിക്കലാശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തും എന്ന് വേണം കരുതാൻ. സൗമ്യ. ധർമ്മടത്തു നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെയും കൊട്ടിക്കലാശം അതിന്റെ ആവേശത്തിലേക്ക് എത്തി നിൽക്കുന്നു. കേരളത്തിൽ ഉടനീളം പൊതുവിലുള്ള ഒരു കാഴ്ച ഇത് തന്നെയാണ്. നഗരം എന്ന വ്യത്യാസമില്ലാതെ, ഗ്രാമം എന്ന വ്യത്യാസമില്ലാതെ തന്നെ 140 മണ്ഡലങ്ങളും അതിന്റെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെയും കൊട്ടിക്കലാശം അതിന്റെ ആവേശത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതൊരു പരസ്യ പ്രചരണത്തിലെ ഒരു മേൽക്കൈ തെളിയിക്കുക എന്ന ഒരു സവിശേഷത തന്നെയാണ് അവിടെ ഉള്ളത്.